നമസ്കാരം. സ്കഫോൾഡിംഗ് അക്കാദമിയുടെ മറ്റൊരു എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ CBSE സ്റ്റാൻഡേർഡ് 10ലെ മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് ഡിസ്കഷനാണ്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കും അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിളും പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം വരുന്ന എക്സാമ്പിൾ 2 മുതലുള്ളതാണ് ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ടെക്സ്റ്റിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ. ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്യൂഷൻ സെൻ്ററാണ് സ്കഫോൾഡിംഗ് അക്കാദമി. പേഴ്സണലൈസ്ഡ് ട്യൂഷനുകൾക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. എല്ലാ വിഷയങ്ങളിലുമുള്ള ട്യൂഷൻ അവൈലബിൾ ആണ്. സിലബസ് ഏതായാലും നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയ്ക്കാണ് നമ്മൾ ഇവിടെ അധ്യാപകരെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട്, അതിൽ മെയിൽ അയക്കുകയോ ചെയ്യുക. ഇനി നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് ഇപ്പോൾ തന്നെ കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ആപ്ലിക്കേഷൻസിലേക്കാണ് ഇവിടെ കൂടുതൽ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കും പ്രൈം ഫാക്ടറൈസേഷനും എന്താണ് എന്ന് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. Find the LCM and HCF of 6 and 20 by the prime factorization method എന്നതാണ്. നമ്മൾ ക്ലാസ്സുകളിൽ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒരു രീതിയിൽ, മറ്റൊരു രീതി ടെക്സ്റ്റ് വർക്കൗട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈസി മെത്തേഡിലേക്ക് പോകാം. 6ഉം 20യും നമ്മൾ ഇവിടെ എഴുതി. അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് 2 ആണ് ഒരു കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്. 3 × 2 ആണ് 6. 3 അടിയിൽ എഴുതി. 10 × 2 ആണ് 20. ഇനി ഒരു കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല അല്ലേ? അതുകൊണ്ട് നമ്മുടെ HCF നമുക്ക് 2 എന്ന് എഴുതാം. ഈ ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെ നമ്പേഴ്സ് വരുന്നോ അവയുടെ പ്രൊഡക്റ്റ് ആണ് HCF വരിക. ഇവിടെ ആകെ ഒരേ നമ്പറേ വന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് 2 എന്ന് എഴുതാം. LCM ഇവിടെ വരുന്ന നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. 2 × 3 × 10 60 എന്ന് നമുക്ക് LCM കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. അതെന്ത് കാണാനുള്ള ഇക്വേഷൻ ആയിട്ടാണ് നിങ്ങൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്? പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ് നൽകുന്നത് HCF എന്ന റിസൾട്ട് ആണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടറിന്റെ സ്മോളസ്റ്റ് പവർ നമ്മൾ നമ്പറുകളിൽ നോക്കണം. അപ്പോൾ നമുക്ക് HCF കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ 6ഉം 20 അല്ലേ എടുത്തത്. 6 20. അപ്പൊ നമ്മൾ 6നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. 2 × 3. ഇവിടെ 20നെ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ 2 × 2 × 5 എന്ന് എഴുതാം. അതാണ് നമ്മുടെ 2 raised to 2 × 5. 2 രണ്ട് പ്രാവശ്യം വന്നു, അതുകൊണ്ട് 2 raised to 2 × 5 എന്ന് കിട്ടി. ഇനി നോക്കൂ, കോമൺ ആയിട്ട് വരുന്ന പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഇവിടെ ഒരു 2 വരുന്നു, ഇവിടെ ഒരു 2 വരുന്നു. മറ്റൊന്നും കോമൺ ആയിട്ട് വരുന്നില്ല. ഇവിടെ 2 വന്നു. ഇനി വേണ്ടത് എന്താ? സ്മോളസ്റ്റ് പവർ ആണ് വേണ്ടത്. ഇവിടെ 2 raised to 2 ആണ്. ഇവിടെ 2 raised to എന്താണ്? ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ 2 raised to 1 ആണ്. അപ്പൊ നമ്മൾ 2 raised to 1 ആണ് നമുക്ക് HCF കിട്ടിയത്. ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെങ്കിലാണ് പ്രൊഡക്റ്റ് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. ഇവിടെ ആകെ ഒരു കോമൺ പ്രൈം ഫാക്ടറേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇവിടെ 2 എഴുതുന്നു. 2 raised to 1 ആണ്, അത് 2 തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് HCF 2 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് LCMന്റെ ഇക്വേഷനിലേക്ക് കടക്കാം. പ്രൊഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ്. ഇവിടെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാ വന്നത്? 6ന്റെ കേസിൽ 2ഉം വന്നു, 3യും വന്നു. ഇവിടെയോ 2 raised to 2ഉം വന്നു, 5ഉം വന്നു. അപ്പോൾ ഇവിടെയൊക്കെ വന്ന എല്ലാ പ്രൈം ഫാക്ടേഴ്സിനെയും നമ്മൾ LCM കാണാൻ കൺസിഡർ ചെയ്യണം. LCM കാണാൻ കൺസിഡർ ചെയ്യണം. ആദ്യം വന്നത് 2 ആണ്. 2ന്റെ എന്താണ് കാണേണ്ടത്? ഗ്രേറ്റസ്റ്റ് പവർ വേണം. ഗ്രേറ്റസ്റ്റ് പവർ ഇവിടെ വന്നത് 1 ആണ്, ഇവിടെ വന്നത് 2 ആണ്. അപ്പൊ നമ്മൾ ഗ്രേറ്റസ്റ്റ് പവർ വന്ന 2 എഴുതണം. 2 raised to 2 × പിന്നെ വന്ന ഒരു ഫാക്ടർ ഏതാണ്? 3.
HCFന്റെ കാര്യത്തിൽ കോമൺ ആയിട്ട് വേണമെങ്കിലും ഇവിടെ ഏതെങ്കിലും ഒരു നമ്പറിന്റെ കേസിൽ വരുന്ന പ്രൈം നമ്പറിനെ എല്ലാം പരിഗണിക്കണം. 2 × 3 പിന്നെ ഏതാ വന്നത് 5. യെസ്, 3ക്കും 5നും ഒന്നും മറ്റൊരു പവർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ 1 ആണ് ഏറ്റവും ചെറുതായിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ 1 ഇട്ടിട്ട് കൊടുക്കുക. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 × 2 ആണ്, അത് 4 ആണ്. 4 × 3 × 5 ദിസ് ഇസ് ഈക്വൽ ടു 12 × 5 is equal to 60. നമുക്ക് ആദ്യം കണ്ടുപിടിച്ച രീതിയിലും ഈ രീതിയിലും 60 തന്നെ കിട്ടിയില്ലേ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്പേഴ്സ് 6ഉം 20യും എടുത്ത് അവയെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ആൻസർ കിട്ടുക? 6ഉം 20യും എടുത്ത് അവയെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 120 എന്ന ആൻസർ കിട്ടും അല്ലേ. ഇവിടെ ഈ HCFനെയും LCMനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ആൻസർ കിട്ടുക? HCFനെയും LCM 60 × 2 എന്ന് കിട്ടും, അതും 120 ആണ്. അവിടെയാണ് എന്ത് വരുന്നത്? നമ്മളുടെ ഈ ഒരു തിയറം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഫോർ എനി 2 പോസിറ്റീവ് ഇൻഡിജേഴ്സ് A and B, HCF of A and B into LCM of A and B is equal to A × B. അതായത് 2 നമ്പേഴ്സ് എടുത്തു, അവയുടെ LCM കണ്ടുപിടിച്ചു, HCF കണ്ടുപിടിച്ചു, രണ്ടും പ്രൊഡക്റ്റ് കണ്ടിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചു. അതും ഈ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കണ്ടതും ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്മൾ 2 പോസിറ്റീവ് ഇൻഡിജേഴ്സിനെയാണ് കൺസിഡർ ചെയ്തത് എന്ന കാര്യവും ഓർമ്മയിലിരിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. Find the HCF of 96 and 404 by the prime factorization method. Hence find their LCM. Okay, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം നമ്മളോട് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ HCF കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 96 അതിനെ നമ്മൾ എങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും? 2 ഒരു ഫാക്ടറാണ്, 48 വരും. 2 വീണ്ടും ഒരു ഫാക്ടറാണ്, 24 വരും. 2 വീണ്ടും ഒരു ഫാക്ടറാണ്, 12 വരും. 2 വീണ്ടും ഒരു ഫാക്ടറാണ്, 6 വരും. 2 വീണ്ടും ഒരു ഫാക്ടറാണ്, 3 വരും. 96നെ എങ്ങനെ എഴുതാം? 1 2 3 4 5 2⁵5 into 3 എന്ന് എഴുതാം. ഓക്കെ, ഇനി 404നെ എഴുതണ്ടേ? 404 തീർച്ചയായിട്ടും എഴുതാം. 404 നമ്മൾ 2 എഴുതുന്നു, 202. 2 വീണ്ടും എഴുതുന്നു, 101. ഓക്കെ, ഇങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് 101നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, അതൊരു പ്രൈം നമ്പർ ആണെന്ന് മനസ്സിലാക്കാം കേട്ടോ. 2⁵, അതിന് എന്ത് ചെയ്യണം? ഒത്തിരി പ്രോബ്ലംസ് ചെയ്ത് നോക്കണം, വർക്കൗട്ട് ചെയ്ത് നോക്കണം. 2⁵2 × 101 എന്ന് എഴുതാം. ഇനി HCF കണ്ടുപിടിക്കുക. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. രണ്ടിലും വരുന്ന പ്രൈം ഫാക്ടേഴ്സ് കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? അതിൻ്റെ സ്മോളസ്റ്റ് പവർ എടുക്കണം. ഇവിടെ കോമൺ ആയിട്ട് വന്നത് 2 ആണ്, സ്മോളസ്റ്റ് പവർ ആയിട്ട് വന്നത് ഈ 2 ആണ്. അതുകൊണ്ട് നമുക്ക് 2⁵2 = 4 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? HCF കിട്ടുന്നത്. HCF 4 ആണ് എന്ന് കിട്ടുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഓക്കെ, HCF നമുക്കിവിടെ 4 എന്ന് കിട്ടി. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത് അടിയിൽ ഒരു കൺക്ലൂഷനിൽ എത്തിയിരുന്നു. HCF × LCM is equal to പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ആണ് ആ നമ്പേഴ്സിൻ്റെ. അപ്പം നമുക്ക് നോക്കൂ, ഇവിടെ 4 × LCM is equal to പ്രൊഡക്റ്റ് എങ്ങനെ കാണാം? 96 ആണ് ഒരു നമ്പർ, 404 ആണ് ഒരു നമ്പർ. അപ്പം നമുക്ക് ഈ LCMനെ ഒറ്റയ്ക്ക് കിട്ടണം. നമുക്ക് ഈ LCMനെ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഈ 4നെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കാം. എങ്ങനെ ചെയ്യാം അത്? LCM is equal to 96 × 404 divided by 4, that is equal to 96 × 101. കണ്ടോ, ഈ 4ഉം ഈ 4ഉം കൂടി വെട്ടിപ്പോകുമ്പോൾ ഇവിടെ 1 വരുന്നു. പിന്നെ 0യിൽ 4 ഇല്ല, അതുകൊണ്ട് 0 എഴുതുന്നു. 4ൽ 1 4.
അതുകൊണ്ടാണ് 101 വന്നത്. ഓക്കെ, ഇനി 96നെ 101 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, നമുക്കിവിടെ ചെയ്ത് നോക്കാം. 101 into 96. 0 6 9 0 9. Okay, 6 9 6 9. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ നമ്പർ ആണ് കിട്ടിയത്, 9696. നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, LCM into HCF is equal to product of two numbers എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിക്കോളൂ, ഫൈൻഡ് the LCM and HCF of 670 to 120 using prime factorization method. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈസി അല്ലേ, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. 6 is equal to 2 into 3 എന്ന് എഴുതാം. 72 is equal to, ഡൗട്ട് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. 72 2 36 2 18 2 9 3 3. അപ്പോൾ 2 raised to എത്ര ആഴ്ച 2 വന്നത്? യെസ് 3. 2 raised to 3 into 3 raised to എത്ര ആഴ്ച 3 വന്നത്? 3 raised to 2. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. 120നെ നമുക്ക് ചെയ്ത് നോക്കാം. 2 60 2 30 2 15നെ നമുക്ക് എങ്ങനെ ചെയ്യാം? 3 5 ആ രീതിയിൽ ചെയ്യാല്ലേ. അപ്പോൾ 2 3 ടൈംസ് വന്നു. 2 raised to 3 into 3 into 5. ഓക്കെ, ഇനി നമുക്ക് HCF കാണണം. എന്താ ചെയ്യേണ്ടത്? HCF കാണാൻ കോമൺ പ്രൈം ഫാക്ടേഴ്സിനെ നോക്കുക, അവയുടെയൊക്കെ സ്മോളസ്റ്റ് പവർ നോക്കുക. ഇവിടെ 2 ഒരു കോമൺ പ്രൈം ഫാക്ടർ ആണ്. അതിൻ്റെ സ്മോളസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ് ഒന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ സ്മോളസ്റ്റ് പവർ 2 തന്നെയാണ്. ഇവിടെ 2 raised to 3 ആണെങ്കിലും ഇവിടെയും 2 raised to 3 ആണെങ്കിലും ഫസ്റ്റിൽ 2 വന്നിട്ടുണ്ട്, പിന്നെ 3 വന്നിട്ടുണ്ട് അല്ലേ, 3യും വന്നിട്ടുണ്ട്. 3 ഇവിടെയും 3 തന്നെയാണ് വന്നത്. ഇവിടെ 2 ആയതുകൊണ്ട് അത് വേണ്ട. ഓക്കെ, സ്മോളസ്റ്റ് പവർ പിന്നെ 5 വന്നിട്ടുണ്ട്. 5ന്റെ സ്മോളസ്റ്റ് പവർ 5 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്നു 6 into 5 30 എന്ന് കിട്ടുന്നു. HCFന്റെ ആൻസർ ആണ് നമുക്ക് 30 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? LCM കണ്ടുപിടിക്കാൻ പറ്റും. LCM. ഓക്കെ, LCM ആണെങ്കിൽ ഹയസ്റ്റ് പവേഴ്സ് ആണ് എഴുതേണ്ടത്. ഇവിടെ 2ന്റെ കോമൺ ആയിട്ട് വന്നതിൽ ഹയസ്റ്റ് പവർ 2 raised to 3 ആണ്. പിന്നെ വന്നത് 3ന്റെ ആണെങ്കിൽ 2 ആണ്, 3 raised to 2 ആണ്. പിന്നെ വന്നിരിക്കുന്നത് 5 ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ആൻസർ എന്ത് കിട്ടും? 2 raised to 3 എന്ന് പറയുമ്പോൾ 8 into 3 raised to 2 9 into 5 45 into 8 എന്ന് കിട്ടുന്നു. 8 into 5 is equal to, ഇവിടെ 0 വരും, ബാക്കി 4 വരും. 4 ഇവിടെ എഴുതുന്നു. 32 വരും. 32ഉം 4ഉം കൂടി 36 360 എന്ന് കിട്ടുന്നു. ഓക്കെ, നമുക്ക് HCF 30 എന്നും LCM 360 എന്നും കിട്ടുന്നു. ഇനി നമുക്ക് ഇവിടെ 3 നമ്പേഴ്സ് വന്നു. അവയുടെ HCFും LCMും പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ആണോ കിട്ടുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേറെയാണെന്ന് കിട്ടും. ഓക്കെ, നോട്ടീസ് അതാണ് ഇവിടെ ഇവർ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റിൽ. 6 into 72 into 120 നോട്ട് ഈക്വൽ ടു HCF. അതായത് 3 നമ്പേഴ്സിന്റെ കാര്യമെടുത്താൽ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ HCF into LCM ഓഫ് 2 numbers is equal to product of that numbers എന്ന് പറഞ്ഞ ആ ഒരു റൂള് 3 നമ്പേഴ്സിന്റെ കേസിൽ സാറ്റിസ്ഫൈ ആകുന്നില്ല എന്ന് കാണാം. ഓക്കെ, സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. Thanks for watching Scaffolding Academy. I am Anina signing off.